വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ് ഓഫ് ഷാൻഡി. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഔട്ടിംഗ് ആണ്, പുറത്തേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ സമയത്ത് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സമ്മർ സീസണിലൊക്കെ പുറത്ത് പാർക്കിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ആരും അങ്ങനെ പാർക്കിലേക്കൊന്നും പോവില്ല. എന്നുവെച്ചാൽ അത്ര ചൂടാണ്. ഇപ്പോൾ ഈ 3-4 കൊല്ലമായിട്ട് ചൂടിന് പ്ലസ് ഹ്യൂമിഡിറ്റി ഉണ്ട്. മുമ്പൊന്നും ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല, ഇങ്ങനെ പൊരിഞ്ഞ ചൂടുണ്ടാവും. ഇത് ഹ്യൂമിഡിറ്റിയും കൂടിയുള്ള കാരണം കൊണ്ട് നമുക്ക് പുറത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും വയ്യാണ്ടാവും, തളർന്നു പോകും. അപ്പോൾ താഴെ മോള് പറഞ്ഞു ഇങ്ങനെ ഒരു ദുബായിൽ, ഞങ്ങൾ അജ്മാനിലെ താമസം. അപ്പോൾ ദുബായിൽ എന്താ പറയുക, കവനീജ് 1 ഒരു ഇതുണ്ട്, എന്താ ഖുറാനിക് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട്. ഞാനധികം കേട്ടിട്ടില്ല, അങ്ങനെ അധികം ആരും അങ്ങനെ വീഡിയോസ് അവിടെ പോയി ഉള്ളതൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു നല്ലതാണ്, ഇൻഡോറാണ്, അപ്പോൾ എസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പോവാണ്. പിന്നെ ഞാൻ ഈ വീഡിയോസൊന്നും അങ്ങനെ എടുത്ത് പരിചയമില്ല. കാര്യം മക്കൾ അവർ ചാനലുള്ള കാരണം കൊണ്ട് അവർ, എസ്പെഷ്യലി മൂത്ത മോള് ഇപ്പോൾ നല്ല ഒരു 5-10 കൊല്ലമായിട്ടേ അവൾ എവിടെ പോവുകയാണെങ്കിലും വീഡിയോസ് ഇങ്ങനെ എടുത്തു കൂട്ടും, ഫോട്ടോസും എടുത്തു കൂട്ടും. അപ്പം ഞാൻ ആ ഏരിയയിലേക്കേ ഉണ്ടാവാറില്ല ഫോട്ടോസ്. പിന്നെ എനിക്ക് ഇങ്ങനെ എടുത്ത് പരിചയമൊന്നുമില്ല, ഏത് ആംഗിള് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ എടുക്കും. പിള്ളേരുടെ വീഡിയോസ്, മറ്റേ ഡാൻസിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കും. അത് മാത്രമേ എനിക്ക് ഒരു പരിചയമുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെ പരിചയമുള്ളതല്ല. പക്ഷേ ഞാൻ പിന്നെ പോലെ എൻ്റെ വീഡിയോക്ക് എത്ര ക്ലാരിറ്റി കിട്ടുന്നൊന്നുമില്ല, കുറച്ച് മുമ്പത്തെ മൊബൈലൊക്കെയാണ്. പക്ഷെ എന്നാലുള്ള സെറ്റപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോ ഇത് ഉണ്ടാവുകയാണെങ്കിൽ, നല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പോവാം. അപ്പോൾ ഇവിടെ നിന്നൊരു 40 മിനിറ്റിൻ്റെ യാത്രയാണ് കാണുന്നത് ഇത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരേ ഉള്ളൂ ഇപ്പോൾ വണ്ടിയിൽ. ഒരാൾ ഓൾറെഡി ഓഫീസ് അവരുടെ കൂടെ ഗ്യാങ്ങിൻ്റെ കൂടെ പോയിരിക്കുക. അപ്പോൾ അവളെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം, DCCയിൽ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ എത്തി. പറഞ്ഞ പോലെ 4-4:30 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതവിടെ എത്തിയപ്പോൾ നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല പൂക്കളും കാണാൻ നല്ല ഭംഗി. ഒരുപാട് സ്ഥലമുണ്ട്, എത്ര ഹെക്ടർ കണക്കിന് ഏരിയ ഉണ്ട്. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ചൂടുണ്ടെങ്കിൽ നമുക്കത്ര ഫീൽ ചെയ്തില്ല. നല്ല സമ്മറിലാണ് പോയതെങ്കിൽ നമുക്കങ്ങനെ ചൂടത്ര ഫീൽ ചെയ്യണില്ല. അകത്ത് കിടക്കുമ്പോൾ പിന്നെ AC ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ആ ഗ്ലാസ് ഹൗസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ ഫുൾ AC ആണ്. അപ്പോൾ പിന്നെ അവിടേക്ക് കിടക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ മോള് ആ ടിക്കറ്റ് എടുക്കുകയാണ്. അത് 5 ദിറംസാണ് ഈച്ച്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതിനകത്ത് ഒരുപാട് മരങ്ങൾ, പിന്നെ എസ്പെഷ്യലി കുറേ പഴയ ഒരു 500 വർഷം പഴക്കമുള്ള മരങ്ങളും, പിന്നെ ഒരു നല്ല കുളിർമയാണ്, പച്ചപ്പ്. നാട്ടിൽ നമ്മളെത്തിയ പോലത്തെ ഒരു പച്ചപ്പും കുളിർമയും എല്ലാം കാണാനുണ്ട് കേട്ടോ. ഇതാണ് ആ കാണുന്ന മരം. 500 വർഷം എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. 5 വർഷം, മിനിമം 500 വർഷത്തെ പഴക്കമുണ്ട്. അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് കേട്ടോ അവിടെ. ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്ത് എടുത്തപ്പോൾ ഒരു സെൽഫി എടുത്തതാണത് കേട്ടോ. ഇത് നമ്മൾ അടുത്ത ലൊക്കേഷൻ മിറാക്കിൾ കേവ് ആണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചുറ്റും നല്ല കണ്ടോ നല്ല പച്ചപ്പാണ്. എല്ലായിടത്തും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന് കൊള്ളാം, നല്ല സ്ഥലമാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒരു മസ്റ്റ് വിസിറ്റാണ് UAE വന്നു കഴിഞ്ഞാൽ. ഇവിടെയും എൻട്രൻസ് ഫീ ഉണ്ട്. 5 ദിറം ആയിരുന്നു ആ മറ്റേ ഗ്ലാസ് ഹൗസിന്. ഇവിടെയും സെപ്പറേറ്റ് വേണമെങ്കിൽ 5 ദിറം ആയിരിക്കും പെർ. അതിന് കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള പാർക്കുകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് ശരിക്കും. 5 ദിറംസൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 5 ദിറംസിനൊക്കെ ഇത് വർത്താണ്. അകത്ത് കയറിയില്ലേ സ്റ്റിൽ. അവിടെ റേച്ചിലും റെവിനി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുന്നുണ്ട് അവർ. ഏജ് ഇന്ന് കാലത്ത് തൊട്ടേ പുറത്ത് അവർ ഫ്രണ്ട്സൊക്കെ കൂടി ഓഫീസ്
കൊളീഗ്സൊക്കെ കൂടി പുറത്തായിരുന്നു, ഹാങ് ഔട്ട് ചെയ്യാൻ പോയിരിക്കായിരുന്നു. ഇന്നലെയും ഇന്നും മുടക്കായ കാരണം. അപ്പോൾ അവൾ മൊത്തത്തിൽ ടയേർഡാണ്, കാല് കഴിക്കുന്ന ഒരുപാട് നടന്നതാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഫ്രഷായിട്ട് വന്നതാണ്. അവൾക്ക് കാലത്തൊട്ട് വന്ന കാരണം അവൾക്ക് വലിയ ഉഷാറൊന്നുമില്ല, ക്ഷീണമാണ്. ഞാൻ പറഞ്ഞു അവളോ ടയേർഡാന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഞാൻ അതിനേക്കാളും കൊണ്ടാണ് കേട്ടോ. എല്ലാവരും എക്കോസ് ഓഫ് ഷാൻഡീനെ സപ്പോർട്ട് ചെയ്യുക. അയ്യോ, ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇത് നിഗൂഢത കാണാനുണ്ട് കാണുമ്പോൾ. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മളവിടെ എത്തുമ്പോൾ അവിടെ ഏതോ അറബിക് ഷോ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാം കഴിഞ്ഞ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഓരോ ഷോസ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അറബിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ഷോ തുടങ്ങാനായിട്ടൊരു 30 മിനിറ്റിൻ്റെ ഇത് വരും. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കണം. നല്ല ചൂടാണ്. എനിക്കിത് കണ്ടോ, ആംഗിള് പിടിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് എവിടെയാണ് പിടിക്കേണ്ടതെന്ന് അറിയില്ല. മക്കൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തന്നെ. കണ്ടു, ഇതൊന്നും അല്ലടാ എന്നുള്ളൊരു ലെവലാണ് എനിക്ക്. പക്ഷേ എന്നാലും പതുക്കെ നമ്മളത് പിടിക്കും, ആംഗിള് പിടിക്കും. Worshipped idols and associated partners with God. God sent them a noble prophet, Jonah, the son of Amittai. ഇവിടെ അവരുടെ ഖുറാനിലുള്ള ഒരുപാട് മിറാക്കിൾസ്, ഒരു 7-8 മിറാക്കിൾസാണ് ഓരോ ഷോ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം അത് ബൈബിളിലും ഒരുപാടുള്ള മോസസിൻ്റെ, പിന്നെ ജൈറോസിൻ്റെ, അങ്ങനത്തെ കുറേ അതും ഇത്, പിന്നെ ലാസറിനെ ഉയർപ്പിക്കണമെന്ന് കുറേ ബൈബിളിൽ ഒരുപാടുണ്ട്. അത് സെയിം തന്നെ കുറച്ച് പേരുകൾക്ക് വ്യത്യാസമുണ്ട്. അവർ പറയുമ്പോഴുള്ള ഈസാ നബി, യേശു ക്രിസ്തു, അങ്ങനത്തെ അതുകൊണ്ട് നമുക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുമുണ്ട്. അത് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാണാനായിട്ട്. അവിടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഓരോ കേവിലും ഓരോ ഷോ കാണിക്കുന്നത്. നന്നായിരുന്നു അത്. പാർക്കിൻ്റെ കേവ് അല്ലേ, ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കേവ്, ആ കേവിൽ അവരുടെ പ്രൊഫറ്റ്സിൻ്റെ മറ്റേ ഖുറാനിലുള്ള മൊത്തം ഇതാക്കണ ഒരു ഷോ ഉണ്ട്. അതിനകത്ത് കാണിച്ചില്ലേ, ഓരോരോ കേവിൽ ഓരോരോ ഷോകളായിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സമ്മറിലൊക്കെ ഇതിൻ്റെ അടുത്ത് AC ഉള്ള കാരണം കൊണ്ടേ നമുക്കൊരു സുഖമുണ്ട്. ഇങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് കാണാൻ പറ്റുള്ളൂ. പുറത്തൊന്നും നമുക്ക് ഔട്ട്ഡോറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു നല്ല ആംബിയൻസും ഉണ്ട്, ഒരു വെറൈറ്റി, ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമ്മറിലാണ്, എസ്പെഷ്യലി സമ്മറിലായാലും വിൻ്ററിൽ എന്തായാലും കാണാം. സമ്മറിലായാലും കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം, മസ്റ്റ് വേർത്താണ്. ആകെ കൂടെ 5 ദിറംസേ ഉള്ളൂ പെർ ഈച്ച് ടിക്കറ്റിന് വരുന്നത്. അവിടെയും 5 ദിറംസ്, ഇവിടെയും 5 ദിറംസ്. വേർത്താണ് വരുന്നത്. നല്ല സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പുറത്ത് കിടന്നപ്പോൾ മോസസ് ലേക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ചെങ്കടൽ, പണ്ടത്തെ മോശയുടെ സ്ഥലത്ത് നടുവിൽ 2 റെഡ് ഫോർട്ട്, എന്താ പറയുക, ചെങ്കടൽ 2 സൈഡിലേക്ക് ആക്കിയിട്ട് ഇവർക്ക് നടന്നു പോകാനുള്ള ഇത് ഉണ്ടാക്കിയില്ലേ, ആ ഒരു സീനാണ് ഇത്. അതും നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് വെള്ളമൊക്കെ നമുക്ക് തൊടാൻ പറ്റും. നല്ല രസമാണ് അവിടെ നിൽക്കാനൊന്നും. ചൂടുണ്ടായിട്ട് നമുക്ക് അത് ചൂട് പോലും ഫീൽ ചെയ്യണില്ല. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ണിന് നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രാത്രി അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വേറെ ഡിഫറെൻറ്റ് വ്യൂ ആണ്. അതും നല്ല ഭംഗി കാണാനായിട്ട്. രാത്രി മുഴുവൻ ആ ഗ്ലാസ് ഹൗസിനകത്ത് നിറയെ ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ മകളുടെ കല്യാണത്തിൻ്റെ ഫാം ഹൗസിൻ്റെ ഒരു ഓർമ്മയൊക്കെ വന്നത് കണ്ടപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റൈലായിരുന്നു അത്. അങ്ങനെ അവിടുന്ന് ഇരുട്ടായി, അത്യാവശ്യം 7-7:15 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മറായ കാരണം കൊണ്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത്രയും വെളിച്ചമൊക്കെ എന്തായാലും ഉണ്ടാവും.
അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി രാത്രി ഫുഡൊക്കെ കഴിച്ചു. അതിനൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, എല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ മക്കളെടുത്ത വീഡിയോസിൽ നിന്നൊക്കെ കുറച്ച് എടുത്തിട്ടാണ് ഞാൻ അവരുടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെയാണ് ഞാനിത് ഒപ്പിച്ചെടുത്തത്. അടുത്ത വീഡിയോസ് കുറച്ചും കൂടെ നന്നാക്കാം. ക്ലാരിറ്റി കുറവുണ്ടെന്നൊക്കെ അറിയാം, എന്നാലും കുറച്ചും കൂടെ നന്നാക്കാനുണ്ട്. ഇനി പതിയെ പഠിക്കാമല്ല. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ പോണത് മറ്റേ പവിത്രം എന്നുള്ള സിനിമയുണ്ടല്ലോ, അതിനകത്ത് യേശുദാസ് സാർ പാടിയിട്ടുള്ള പാട്ട്. അത് ഭയങ്കര ഒരു പാട്ടാണ്. നമുക്കതിൻ്റെ അടുത്ത് പോലെ എത്താനൊന്നും പറ്റില്ല. അതിൻ്റെ അടുത്ത് പോയിട്ട് എന്തായാലും ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാന്നുള്ളൂ. അപ്പോൾ അതിലൊരു 4 വരി ഞാൻ അതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പവിത്രം എന്നുള്ള സിനിമയിലത്തെ പാട്ട്. ഓക്കെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഈ പാട്ട് ആക്ച്വലി ഞാനും മോളും കൂടിയിട്ടുണ്ട്, മൂത്ത മോളും കൂടെ അവരുടെ ചാനലിൽ ട്രൈവ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ പാടിയിട്ടുണ്ട്. ഇത്രയും ലൈൻ തന്നെ. അത് കുറച്ച് ഒരു ചെറിയ കവർ പോലെ BGM ഒക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ട് അതൊന്ന് നോക്കുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്തിട്ടുള്ള അവരുടെ ചാനലിലാണ് അത് കിടക്കുന്നത്. അതൊരു 5 വർഷമായിട്ടുണ്ട് അത് പാടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.